Good morning, my dear students. Welcome back to our new class. In the last class, we will discuss about our earliest chapter. This is consist of Paleolithic age, Neolithic age, and Chalcolithic age also. So now we can going to discuss about our new topic, the River Valley civilizations. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പ്രാചീന കാലത്ത് അല്ലെങ്കിൽ ഏൻഷ്യൻ്റ് ടൈമിലുള്ള ഹിസ്റ്ററിയാണ് നമ്മൾ പഠിച്ചത്. അതിൽ നമ്മൾ പാലിയോലിത്തിക് ഏജ് എന്താണെന്നും മെസോലിത്തിക്, നിയോലിത്തിക് തുടങ്ങിയ ഏജുകൾ എന്താണെന്നും അതിൻ്റെ എല്ലാം ഫീച്ചേഴ്സ് എന്തായിരുന്നു എന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾ പുതുതായിട്ട് കാണാൻ പോകുന്നതാണ് റിവർ വാലി സിവിലൈസേഷൻസ്, നദീതട സംസ്കാരങ്ങൾ. എന്തൊക്കെയാണ് ഇതിൽ വരുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും ഞാനൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ളതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാൻ പോവുകയാണ്. It was the year 1856. The British decided to lay a railway line from Multan to Lahore. The Brunton brothers were assigned the charge of its construction. The line was to be laid through the Indus Valley. Through the brothers, who were engineers, toiled hard with the labourers. They could not fix the railway track in the loose soil. The construction came to stand still. Then the engineers noticed some burnt bricks nearby. They were hard and suitable for laying the tracks without wasting any time. They paved those bricks and laid the line. So 1856 നടന്നൊരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. 1856 നമുക്കറിയാം. ഈ കാലഘട്ടത്തിലാണ് നമ്മുടെ നാട്ടിൽ റെയിൽവേ ആരംഭിക്കുന്നത് അല്ലേ. നമ്മുടെ നാട്ടിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചതും ഇതേ കാലഘട്ടത്തിലാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ റെയിൽവേ ഗതാഗതം ആരംഭിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് നടന്ന ചില വർക്കുകളിൽ നിന്നാണ് മഹത്തായ ഒരു സംസ്കാരത്തിൻ്റെ പാരമ്പര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിൻ്റെ ബാക്കിപത്രം എന്നോണം ശേഷിച്ചിരുന്ന കുറച്ചു കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തുകയും അതിൽ നിന്നാണ് വളരെ മഹത്തായ ലോകോത്തരമായ മറ്റുള്ള ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ ഇന്ത്യയുടെ പ്രശസ്തി അത്രയും പിടിച്ചുയർത്താൻ തക്കം അത്രയും മഹത്തായ ഒരു പാരമ്പര്യത്തോടു കൂടിയ ഒരു വലിയ സംസ്കാരത്തിൻ്റെ ബാക്കിപത്രം നമുക്ക് കണ്ടെത്താൻ കഴിയുകയുണ്ടായി. എന്താണ് സംഭവിച്ചത്? 1856 അല്ലേ. നമുക്കറിയാം, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല ഡെവലപ്മെൻറ്റ്സും തുടക്കം ഉണ്ടായത് അല്ലേ. ഒരു പക്ഷേ അവർ വന്നില്ലായിരുന്നെങ്കിലും ഇതൊക്കെ സംഭവിക്കുമായിരുന്നിരിക്കാം. എന്നിരുന്നാലും നമുക്കറിയാം, അവരുടെ വരവ് കൊണ്ട് നമുക്ക് ധാരാളം ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ. ഒരുപാട് ഡ്രോബാക്സ് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ധാരാളം ഡെവലപ്മെൻറ്റ്സും നമുക്കുണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റോഡ് ആൻഡ് റെയിൽവേ അല്ലേ. അപ്പോൾ ഈ റെയിൽവേയുടെ ആരംഭം കുറിക്കുന്ന കാലഘട്ടത്തിൽ നടന്നൊരു കാര്യമാണിത്. അപ്പോൾ അവർ ഈ റെയിൽവേ ലൈനിൻ്റെ പണി തുടങ്ങിയിരിക്കുകയാണ് അല്ലേ. മുൾട്ടാനിൽ നിന്ന് ലാഹോറിലേക്കുള്ള റെയിൽവേയുടെ കൺസ്ട്രക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നടന്ന ഒരു ചെറിയ സംഭവമാണ് നമ്മളിവിടെ പറയുന്നത് അല്ലേ. ബ്രണ്ടൻ ബ്രദേഴ്സ് അല്ലേ, ഇവർക്കായിരുന്നു ഈ റെയിൽവേ ലൈൻ അല്ലേ, റെയിൽ എന്ന് പറയില്ലേ നമ്മൾ, ട്രെയിൻ പോകുന്ന ആ ഒരു പാത്ത് അല്ലേ, ആ ഒരു റെയിൽവേ ലൈന് നിർമ്മിക്കുന്നതിനുള്ള ചാർജ് ബ്രണ്ടൻ ബ്രദേഴ്സ് എന്ന് പറയുന്ന അവരുടെ കമ്പനിക്കായിരുന്നു. അവർക്കായിരുന്നു അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ അല്ലെങ്കിൽ നിർമ്മാണ ചുമതല അവർക്കാണ് ഉണ്ടായിരുന്നത്. ദ ലൈൻ വാസ് ടു ബി ലൈഡ് ത്രൂ ദ ഇൻഡസ് വാലി, അതായത് സിന്ധു നദീതടത്തിലൂടെ അല്ലേ. സിന്ധു നദിയാണ് നമ്മൾ ഇൻഡസ് എന്ന് പറയുന്നത്. ഈ സിന്ധു നദിയുടെ തീരത്തിലൂടെ അല്ലേ, അതിൻ്റെ തീരങ്ങളിലൂടെയാണ് ഇതിൻ്റെ ഈ റെയിൽവേ ലൈനിൻ്റെ പണി പുരോഗമിച്ചിരുന്നത്. ദോ ദ ബ്രദേഴ്സ് ഹു വർ എൻജിനീയേഴ്സ് ടോയിൽഡ് വിത്ത് ദ ലാബറേഴ്സ്, അവർ ആ സമയത്ത് വളരെയധികം കുറച്ചൊരു ബുദ്ധിമുട്ട് അവർക്കുണ്ടായി. കാരണം ദേ കുഡ് നോട്ട് ഫിക്സ് ദ റെയിൽവേ ട്രാക്ക് ഓൺ ദ ലൂസ് സോയിൽ, അതായത് വളരെ നനഞ്ഞു കിടന്നിരുന്ന ആ മണ്ണിൽ അല്ലെങ്കിൽ ഉറപ്പില്ലാത്ത ആ മണ്ണിൽ റെയിൽവേ ട്രാക്ക്, നമുക്കറിയാം ട്രെയിൻ പോകുന്ന ട്രാക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഈ റെയിൽവേ ട്രാക്ക് ആ ലൂസ് സോയിൽ അല്ലേ, ഉറപ്പില്ലാത്ത മണ്ണിൽ അവർക്ക് റെയിൽവേ ട്രാക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. റെയിൽവേ ട്രാക്ക് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ റെയിൽവേ ട്രാക്ക്, ആ ഇരുമ്പ് ഉപയോഗിച്ചിട്ടുള്ള ട്രാക്ക് അല്ലേ, അത് ഈ നനഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ ഉറപ്പില്ലാത്ത മണ്ണിൽ ഫിക്സ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല.
ദ കൺസ്ട്രക്ഷൻ കെയിം ടു സ്റ്റാൻഡ് സ്റ്റിൽ. ഒരു പക്ഷേ അതിൻ്റെ ആ നിർമ്മാണം തന്നെ കുറച്ച് സമയത്തേക്ക് സ്റ്റോപ്പായി എന്ന് വേണമെങ്കിൽ നമുക്ക് തന്നെ പറയാം അല്ലേ. വഴിമുട്ടി, അല്ലെങ്കിൽ അത് അവർക്ക് തുടർന്ന് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു അവസ്ഥ അവർക്ക് വന്നു. Then the engineers noticed some burned bricks nearby. അപ്പോഴാണ് ആ എഞ്ചിനീയർമാരുടെ ശ്രദ്ധയിൽ കുറച്ച് ബേൺഡ് ബ്രിക്സ്, ചുട്ടെടുത്ത കട്ടകൾ അല്ലേ, ചുട്ടെടുത്ത മൺകട്ടകൾ അവിടെ കിടക്കുന്ന അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതായത് ഇവർ ഇൻഡസ് വാലിയിലൂടെ, സിന്ധുവിൻ്റെ തീരത്തിലൂടെ മുൾട്ടാനിൽ നിന്ന് ലാഹോറിലേക്ക് റെയിൽവേ ലൈൻ സ്ഥാപിക്കുകയായിരുന്നു അല്ലേ. ട്രെയിൻ പോകുന്ന ആ വഴികൾ അല്ലേ, അത് സ്ഥാപിക്കുന്നതിനിടയിൽ അവർക്ക് ആ ഇളകി കിടക്കുന്ന മണ്ണ്, ഉറപ്പില്ലാത്ത മണ്ണിൽ റെയിൽവേ ട്രാക്ക് ഫിക്സ് ചെയ്യാൻ സാധിച്ചില്ല. അതായത് ട്രെയിൻ പോകുന്ന ആ വഴികളുണ്ടല്ലോ, ഇരുമ്പിൻ്റെ ആ ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടില്ല, അതിലൂടെയാണ് ചക്രം ഉരസി നീങ്ങുന്ന ആ ഭാഗം അതിങ്ങനെ ഫിക്സ് ചെയ്യുക അല്ലേ, അതിങ്ങനെ പാർട്ടായിട്ട് ഉണ്ടായിരിക്കുക, അത് അവർ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ആ റെയിൽവേ ട്രാക്കിനിടയിൽ നിറയെ കരിങ്കല്ലും അല്ലേ, കുഞ്ഞു കുഞ്ഞു കരിങ്കല്ലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത് കാണാൻ സാധിക്കും. വളരെ ഉറപ്പുള്ള ഭാഗമായിരിക്കും അത്. പക്ഷേ ഇവിടെ ഈ നനഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ ഉറപ്പില്ലാത്ത മണ്ണിൽ ഇവർക്ക് ഈ റെയിൽവേ ട്രാക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കാതെ വരികയും അങ്ങനെ കൺസ്ട്രക്ഷൻ വഴിമുട്ടി നിൽക്കുകയും ചെയ്യുന്ന സമയത്താണ് എഞ്ചിനീയർമാരുടെ ശ്രദ്ധയിൽ എന്ത് പെട്ടു, അതിന് സമീപത്തായിട്ട് കുറച്ചു ചുട്ടെടുത്ത കട്ടകൾ, മൺകട്ടകൾ, ഈവൻ നമ്മുടെ ഇഷ്ടികയൊക്കെ ഇല്ലേ, ഇഷ്ടിക പോലെയുള്ള അല്ലെങ്കിൽ ഇഷ്ടികയോട് സാമ്യമുള്ള തരത്തിലുള്ള ചുട്ടെടുത്ത കല്ലുകൾ, കട്ടകൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. They were hard and suitable for laying the tracks without wasting any time. They paved those bricks and laid the line. പെട്ടെന്ന് തന്നെ അവരത് എടുക്കുകയും അവർക്ക് എന്ത് മനസ്സിലായി, they were hard and suitable for laying track. അവയെല്ലാം തന്നെ വളരെ ഉറപ്പുള്ളവയായിരുന്നു. മാത്രമല്ല അവർക്ക് ട്രാക്ക് സ്ഥാപിക്കുവാൻ പറ്റുന്നതുമായിരുന്നു. അവ കൂട്ടി യോജിപ്പിച്ച് വെച്ച് ട്രാക്ക് സ്ഥാപിക്കുവാൻ അവർക്ക് കഴിയുമെന്ന് മനസ്സിലാക്കുകയും വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ദേ പേവ്ഡ് ദോസ് ബ്രിക്സ് ആൻഡ് ലേഡ് ലൈൻ. പിന്നീട് അവർക്കൊന്നും ചിന്തിക്കുവാനുണ്ടായിരുന്നില്ല. അവർ എത്രയും പെട്ടെന്ന് തന്നെ അത് എടുക്കുകയും റെയിൽവേ ലൈൻ അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. Neither the laborers nor the engineers realized that those burned bricks were the remains of a great civilization that existed centuries back. Later, when Sir John Marshall was the director of Archaeological Survey of India, an excavation was undertaken in 1921. It revealed that the bricks were the ruins of a great civilization. അന്ന് അവർ എടുത്ത ചുട്ടെടുത്ത കട്ടകൾ ഒരു മഹത്തായ സംസ്കാരത്തിൻ്റെ ബാക്കിയാണ് എന്ന് അവിടെയുള്ള എഞ്ചിനീയർമാരോ ജോലിക്കാരോ അന്ന് മനസ്സിലാക്കിയിരുന്നില്ല. അതിനുശേഷം 1921 ജോൺ മാർഷൽ എന്ന് പറയുന്ന മഹത് വ്യക്തിയിലെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായിരുന്ന ജോൺ മാർഷൽ അവിടെ ഒരു എക്സ്കവേഷൻ നടത്തുകയും അത് മഹത്തായ ഒരു സംസ്കാരത്തിൻ്റെ ബാക്കി പത്രമാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫ്രം ദ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. നിങ്ങൾ ഒരുപാട് വലിയ വലിയ ക്ലാസ്സുകളിലും ഇനി പഠിക്കേണ്ട ഒരു കാര്യമാണിത്, പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലേ. ആദ്യമായിട്ട് ഇന്ത്യയിൽ എക്സ്കവേഷന് നേതൃത്വം നൽകിയത്, അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള എക്സ്കവേഷന് നേതൃത്വം നൽകിയത് സർ ജോൺ മാർഷൽ ആയിരുന്നു. അദ്ദേഹമായിരുന്നു ആ സമയത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ അല്ലേ. 1921 ജോൺ മാർഷൽ അവിടെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു എന്ത് നടത്തി, അവിടെ എക്സ്കവേഷൻസ് നടത്തി. എക്സ്കവേഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ കുഴിച്ചെടുക്കുക അല്ലേ. നിറയെ JCB ഒക്കെ ഉപയോഗിച്ചിട്ട് മണ്ണൊക്കെ മാന്തി നോക്കിയിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ കുഴിച്ചെടുക്കുക. അങ്ങനെ ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ഇതിൽ നിന്ന് തുടക്കമായി. അപ്പോൾ നമ്മൾ കണ്ടെത്തിയത് എന്താണ്, ഇങ്ങനെ ഈ 1856 ഇവരിങ്ങനെ ഒരു മൺകട്ട കണ്ടെത്തുകയും അതിനോടനുബന്ധിച്ചിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങുകയും ചെയ്തു. പിന്നീട് ഇതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഈ കാര്യം ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ട് ഈ ഭാഗം വന്ന് പല ആളുകളും വന്ന് നോക്കുകയും എന്തോ മഹത്തായ സംഭവം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിനുള്ള ഒരു ചെറിയ തെളിവെല്ലാം ഇവർക്ക് ലഭിക്കുകയും പിന്നീട് പഠനങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു അല്ലേ. അങ്ങനെ
അങ്ങനെ 1921 വരെ കാത്തിരിക്കേണ്ടി വന്നു അവിടെ വളരെ വ്യക്തമായ ഒരു എക്സ്കവേഷൻസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട്. പിന്നെ സർ ജോൺ മാർഷലിൻ്റെ നേതൃത്വത്തിൽ അവിടെ എന്ത് നടക്കാൻ തുടങ്ങി, എക്സ്കവേഷൻസ് നടക്കാൻ തുടങ്ങി 1921. അങ്ങനെ അദ്ദേഹമാണ് ഇവിടെ ഒരു വലിയ സിവിലൈസേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേർന്നത്. The excavation revealed that a civilization had existed in the valleys of the river Indus and its tributaries. Hence, this civilization came to be known as the Indus Valley Civilization. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, അങ്ങനെ അവിടെ എക്സ്കവേഷൻസ് തുടർന്നു. അങ്ങനെ എക്സ്കവേഷൻ തുടരുകയും അവരൊരു കൺക്ലൂഷനിൽ എത്തിച്ചേരുകയും ചെയ്തു. ഇതിൽ നിന്ന് അവർ എന്താണ് മനസ്സിലാക്കിയത്? ദ എക്സ്കവേഷൻ റിവീൽഡ് ദാറ്റ് സിവിലൈസേഷൻ ഹാസ് എക്സിസ്റ്റഡ് ഇൻ ദ വാലീസ് ഓഫ് ദ റിവർ ഇൻഡസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. സോ ഇവിടെ നടത്തിയ ഈ എക്സ്കവേഷനിൽ നിന്ന് അവർക്ക് എന്താണ് മനസ്സിലായത്? ഈ പ്രദേശങ്ങളിൽ സിന്ധുവും അതിൻ്റെ പോഷക നദികളും, ട്രിബ്യൂട്ടറീസ് പോഷക നദികൾ, സിന്ധുവും അതിൻ്റെ പോഷക നദികളും ഈ പ്രദേശങ്ങളിൽ, സിന്ധുവിൻ്റെയും പോഷക നദിയുടെയും പ്രദേശങ്ങളിൽ ഒരു മഹത്തായ സംസ്കാരം നിലനിന്നിരുന്നു എന്ന് അവർ കണ്ടെത്തി. അതുകൊണ്ട് തന്നെ അവരിതിന് എന്ത് പേരാണ് നൽകിയത്? ദിസ് സിവിലൈസേഷൻ കെയിം ടു ബി നോൺ ആസ് ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവർ ഈ എക്സ്കവേഷൻസ് നടത്തിയത് സിന്ധുവിൻ്റെയും അതിൻ്റെ പോഷക നദികളുടെയും സമീപ പ്രദേശങ്ങളിലായിരുന്നു. അതുകൊണ്ട് അവർ ഈ സംസ്കാരത്തിന് ഒരു പേര് നൽകി, അതാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇനി നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ദ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ലീഡ്സ് ടു ദ റിസർച്ചസ് ഓൺ ദ ആർക്കിയോളജി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പുരാവസ്തു വിഭാഗവുമായിട്ട് പുരാവസ്തു ഗവേഷണത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അതുമായി നടത്തിയിട്ടുള്ള ഗവേഷണങ്ങളും മറ്റും നടത്തുന്ന സ്ഥാപനമാണിത്. ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഡ്യൂറിങ് ദ റിയൻ ഓഫ് ബ്രിട്ടീഷുകാരുടെ ഭരണഘടന കാലഘട്ടത്തിലാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനം ഇവിടെ സ്ഥാപിച്ചത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പുരാവസ്തു ഗവേഷണത്തിന് നേതൃത്വം നൽകുന്ന സ്ഥാപനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അപ്പം നമ്മൾ എന്താ പറഞ്ഞത്, 1856 അവർ ആ റെയിൽവേ ട്രാക്ക് പണിയുവാൻ വേണ്ടി അല്ലെങ്കിൽ പണിയുന്ന സമയത്ത് കണ്ടെടുത്തിയ ആ മൺകട്ടകളിൽ നിന്ന് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു മഹത്തായ സംസ്കാരത്തിലേക്കുള്ള വെളിച്ചമാണ് നമുക്ക് ലഭിച്ചത് അല്ലേ. അതിനെ തുടർന്നുള്ള പഠനങ്ങൾ എവിടെയാണ് എത്തിച്ചേർന്നത്? 1921 സർ ജോൺ മാർഷലിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ എക്സ്കവേഷൻസ് നടത്തുകയും അതിൽ നിന്ന് അവർക്കൊരു മഹത്തായ കാര്യം കണ്ടെത്തുകയുണ്ടായി. ഈ നദിയുടെ തീരത്ത് ഒരു വലിയ സംസ്കാരം നിലനിന്നിരുന്നു എന്ന് പറഞ്ഞു. സംസ്കാരം നിലനിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താന്നൊക്കെ ഡൗട്ട് അടിക്കും. ഒന്നുമില്ല, ഒരു ജീവിത രീതി ഒരു ലൈഫ് സ്റ്റൈൽ. ആ സമയത്ത് അതായത് BC ഏകദേശം 2000-നും 1500 BC ഇടയിൽ ഈ പ്രദേശത്ത് ധാരാളം ആളുകൾ താമസിച്ചിരുന്നു. അതുതന്നെയാണ്. അല്ല നമ്മൾ സിവിലൈസേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. വളരെ സിമ്പിളാണ്. എന്താണ് പറയുന്നത്? ഏകദേശം 2500-നും 1500-നും BC, 2500 മുതൽ 1500 BC കാലഘട്ടത്തിൽ സിന്ധു നദിയുടെ സമീപ പ്രദേശങ്ങളിൽ കുറച്ച് ആളുകൾ താമസിച്ചിരുന്നു. അവർ വളരെയധികം ഡെവലപ്ഡ് ആയിരുന്നു. ഇപ്പോൾ നമുക്കറിയാം BC കാലഘട്ടമാണ്, മാത്രമല്ല ഇന്ന് കാണുന്നത് പോലെയുള്ള ഡെവലപ്മെൻറ്റ്സ് ഒന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും ഇന്ന് കാണുന്ന ഡെവലപ്മെൻറ്റ്സിനെ എല്ലാം തന്നെ വെല്ലും വിധം വളരെയധികം വാസ്റ്റായിട്ടുള്ള വികാസം പ്രാപിച്ചിട്ടുള്ള ഒരു ജീവിത രീതിയാണ് അവർക്കുണ്ടായിരുന്നത്. എന്തൊക്കെയാണ് അവരുടെ ജീവിത രീതികൾ? അതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സിവിലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സമയത്ത് ജീവിച്ചിരുന്ന ആളുകളുടെ ജീവിത രീതിയെ മൊത്തത്തിൽ നമ്മൾ പറയുന്ന പേരാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? അത് എന്തുകൊണ്ടാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പേര് പറയാൻ കാരണം എന്താണ്? ഇത്തരത്തിലുള്ള ഈ കുറേ ആളുകൾ, ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് ഈ ആളുകൾ താമസിച്ചിരുന്നത് സിന്ധു നദിയുടെ തീരത്തായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇതിനെ സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്നു. ക്ലിയർ? അപ്പോൾ എന്താണെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണിത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് വായിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ.